ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമേഷ് എന്നാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നിങ്ങളിങ്ങോട്ട് നോക്കിയേ, ഈ ഒഴുകുന്നത് പെരിയാറാണ്. ഈ പെരിയാർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും ജലം തരുന്നതാണ്. ഈ പെരിയാർ ഒഴുകി വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം അല്ലെങ്കിൽ എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയിലൊന്നും കുടിവെള്ളം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇതുപോലെ സുലഭമായി വെള്ളം ലഭിക്കുന്നതാണ് നമ്മുടെ പെരിയാറിൽ. ഈ പെരിയാറിൻ്റെ ഓരത്താണ് ആ കണ്ടോ നിങ്ങൾ, കുറേ ചിമ്മിനി പോലെ ഉയർന്നു നിൽക്കണ്ടോ, അത് ട്രാവൺകൂർ റയോൺസ് ആയിരുന്നു. ഈ ട്രാവൺകൂർ റയോൺസ് ആലുവ, പെരുമ്പാവൂർ, കാലടി, മൂവാറ്റുപുഴ ഇത്രയും ഏരിയയിലേക്കുള്ള വലിയൊരു സമൂഹത്തിന് ജോലി നൽകിയിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇവിടത്തേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ സമ്പന്നരും സുഭിക്ഷമായി ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യം നമ്മുടെ ഈ പെരുമ്പാവൂരുണ്ടായിരുന്നു. ഇങ്ങനത്തെ ജോലി സ്ഥാപനങ്ങളായിരുന്നു നമ്മുടെ നാട്ടുകാർ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ പകരം ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പോയി. ഈ നാട്ടിൽ മുഴുവൻ പ്ലൈവുഡ് കമ്പനികളും മറ്റു ഇൻഡസ്ട്രിയൽ മേഖലകളായി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾക്ക് അവിടെ തൊഴിലിന് പോണേക്കാൾ അവിടെ ഏറ്റവും കൂടുതൽ ഭായിമാരും അതിഥി തൊഴിലാളികളുമായി മാറി. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വേണം. ഒന്നെങ്കിൽ താഴെ തട്ടിലുള്ള ജോലികളായിരിക്കണം. അങ്ങനത്തെ ജോലി ഇവിടെ ഇല്ല. പിന്നെ ഒരു IT അങ്ങനെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജോലി സ്ഥാപനങ്ങൾ ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ MBA MCA പോലത്തെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികളോ ലഭിക്കും, ഡോക്ടർ അങ്ങനത്തെ ജോലികൾ. അപ്പോൾ ഒരു നാട്ടിൽ എല്ലാവർക്കും അത്തരം ജോലികൾ ലഭിക്കണമെന്നില്ല. ഒരു ഗ്രാമത്തിലെടുത്താൽ ചിലപ്പോൾ 10 പേരായിരിക്കും ഉന്നത വിദ്യാഭ്യാസം നേടി വരും. അതിനിടയിൽ മിഡിലിൽ കുറേ ആൾക്കാരുണ്ടാവും, എല്ലാ ജോലിക്കും പോകാൻ പാകപ്പെട്ടവർ. അതിന് താഴെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടും പ്രാവീണ്യമില്ലാത്ത എന്നെ പോലെയൊക്കെയുള്ള ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കിൽ ലേബേഴ്സ് എടുത്ത് തൊഴിൽ ഓട്ടോ ഓടിച്ച് കുലത്തൊഴിലുകൾ ചെയ്ത് സ്കിൽ ലേബറായിട്ട് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. പക്ഷേ ഇടത്തട്ടുകാർക്ക് ജോലി ചെയ്യുന്നതാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ. ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് വിലയിരുത്തുക. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ജോലി പറഞ്ഞു പോകാൻ പറ്റിയ ഒരു കമ്പനി ഉണ്ടോ? ഒരു പ്ലൈവുഡ് കമ്പനിയിൽ നമ്മുടെ മക്കൾ ജോലിക്ക് പോയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിൽ പോകാൻ പറ്റും, പക്ഷെ അത് നല്ലൊരു ജോലി കിട്ടും. അങ്ങനത്തെ ഒരു ജോലി നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏലൂരാണ്. ആ ഏലൂരൊക്കെ നടക്കുന്നതും കൂടുതലും ഫാക്ടറികൾ, അങ്ങനത്തെ കമ്പനി ജോലികളാണ്. അവിടെയെല്ലാം നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയാം. അവിടെ നമ്മുടെ മക്കൾക്ക് പറ്റിയ ജോലി ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ നാട്ടിലെ മക്കൾ ഒരു പരിധിയിൽ വിദ്യാഭ്യാസം നേടി അതിന് ശേഷം യൂറോപ്പിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ ആളുകളുടെ എല്ലാം അല്ലെങ്കിൽ പുതിയ തലമുറയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ നല്ലൊരു വിദ്യാഭ്യാസം നേടി പുറത്തേക്ക് ജോലിക്ക് പോയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്യാനുള്ള തൊഴിൽ മേഖലകൾ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ ജോലി പോലും വളരെ കുറവാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി അതിൽ ഓൺലൈനിലായിട്ടുള്ള ടാക്സികൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ റാപ്പിഡോ വന്നിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് തന്നെ ഒരു സാധാരണ ഒരു ഓട്ടോക്കാരന് കൊണ്ടു നടക്കാൻ പറ്റാവുന്ന കൂടുതൽ ഫീസുകൾ, മറ്റു മെറ്റീരിയലുകൾ അതിൽ ചേർത്തു. ഒരു ഓട്ടോ ഒരു വർഷം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എല്ലാ പണികളും തീർത്ത് അതിൻ്റെ ഫെയർ മീറ്റർ പിടിപ്പിക്കണം. അതിന് ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള കുറേ ഫീസുകൾ അടച്ചിട്ട് വേണം നമുക്കിത് കൊണ്ടു നടക്കാൻ. അതേപോലെ തന്നെ മറ്റു എല്ലാ മേഖലകളും ദിനം പ്രതി തകർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു MLA ജയിച്ചു കഴിഞ്ഞാൽ ആ MLAക്ക് ആസ്തി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുള്ള ഗവൺമെൻറ്റിനെ മറപറ്റി ഇതേപോലത്തെ സ്ഥാപനങ്ങൾ കൊന്നാൽ മാത്രമേ നമ്മുടെ ഇനിയുള്ള തലമുറ നമ്മുടെ നാട്ടിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് തിരിച്ചറിയുക. അങ്ങനത്തെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മുടെ ഒരു തലമുറ ചിന്തിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും കാണും. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് തൊഴിലായിട്ട് പോകാൻ പറ്റിയ ഒരു വ്യവസായശാലയുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നമുക്ക് അങ്ങനത്തെ വ്യവസായശാലകൾ ആവശ്യമാണ്. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നിയമസഭാചകരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കേരളം വിട്ടാൽ, ഇപ്പോൾ കേരളം നമ്പർ 1 പറയുന്നു. ഞാൻ തർക്കിക്കുന്നില്ല, കേരളം നമ്പർ 1 ആയിക്കോട്ടെ.
നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ 15 രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. അത് ഓക്കെ, കൊടുക്കാം, മരുന്ന് മേടിക്കാൻ തിരിച്ചു വരാം. അതിനപ്പുറം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മറ്റുള്ള സൗകര്യങ്ങളില്ല ഇവർ പറയുന്നല്ലാതെ. നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയാൽ അവിടെ അവർക്ക് ചുറ്റും നമുക്കിപ്പോൾ ഒന്ന് തൊട്ടടുത്തുള്ള പാലക്കാട് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ആളുകൾക്ക് ജോലിക്ക് വരാൻ പറ്റിയ നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. കൃഷി ചെയ്യാനായിട്ട് കൃഷിയിടങ്ങളുണ്ട്. നമുക്കിവിടെ ഇതൊന്നുമില്ല. നമുക്കൊരു നല്ലൊരു കുറച്ച് വാഴ നട്ടു, ഒരു വർഷകാലത്ത് കാറ്റ് വീശി കഴിഞ്ഞ് ഈ വാഴയിലൊടിഞ്ഞു, ആ കർഷകൻ ദുരിതത്തിലായി. അല്ലെങ്കിൽ കുട്ടനാട്ടിൽ മട പൊട്ടിയാൽ അവൻ്റെ കൃഷി വെള്ളത്തിൽപ്പോയി. ഇതാണ് നമ്മുടെ ഒരു സാധാരണ രീതിയിലൊരു ചുരുക്കമെന്ന് നമുക്ക് ചിന്തിച്ച് പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ നാടിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നല്ലത് ഒരുപാടുണ്ട്, മോശം ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മോശമാണ് കൂടുതൽ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ സർക്കാർ നമ്പർ 1 എന്ന് പറയുന്നത് പോലെ നമുക്കെല്ലാം നമ്പർ 1 എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ ജീവിക്കുന്നു, നമുക്ക് വരാൻ പോകുന്ന തലമുറ എങ്ങനെ ജീവിക്കും, നമ്മുടെ ഈ തലമുറകളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ MLA മാർ നടപ്പിലാക്കാവുന്ന രീതിയിൽ അവരോട് സംസാരിക്കുക. നമുക്ക് ഇത്രയും ആവശ്യങ്ങളുണ്ട് എന്ന് നമ്മളവരെ അറിയിക്കുക. ഞാൻ ഇത്രയും പറയാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട അതിൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.